ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ബ്രിക്ക് മേസൺറി എന്നൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. വളരെ എളുപ്പമാണ്, അത് നമുക്ക് നോക്കാം. ബ്രിക്ക് മേസൺറി. അപ്പം മേസൺറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. മേസൺറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രിക്കോ സ്റ്റോണോ ഉപയോഗിച്ചിട്ട് മോട്ടോറുമായിട്ട് നമ്മൾ ബോണ്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷനെയാണ് മേസൺറി എന്ന് പറയുന്നത്. അപ്പോൾ മേസൺറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്കോ സ്റ്റോൺ അതുപോലുള്ള ബിൽഡിംഗ് യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ട് മോർട്ടാറുമായിട്ട് നമ്മൾ ബോണ്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷനെയാണ് മേസൺറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു ബ്രിക്ക് മേസൺറി ടെക്നിക്കൽ ടേംസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ ലെങ്ത് പോർഷൻ. ഓക്കെ, ഈ ബ്രിക്കിൻ്റെ ലെങ്ത് പോർഷൻ ഇതാണ് ബ്രിക്കിൻ്റെ ലെങ്ത് പോർഷൻ. ഓക്കെ, ഈ ബ്രിക്കിൻ്റെ ലെങ്ത് പോർഷൻ ഒരു വോളിന് പാരലായിട്ട് ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് പോർഷനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് വാൾ. ബ്രിക്കിൻ്റെ ഈ ലെങ്ത് പോർഷൻ ഒരു വോളിന് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിക്കിൻ്റെ ലെങ്ത് പോർഷനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഹെഡർ. ഹെഡർ എന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ ഈ വിഡ്ത്ത് പോർഷൻ. ഓക്കെ, ഈ വിഡ്ത്ത് പോർഷൻ വോളിൻ്റെ ഫേസിന് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിക്കിൻ്റെ ഈ വിഡ്ത്ത് പോർഷൻ വോളിന് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷനെയാണ് ബ്രിക്കിൻ്റെ ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കോഴ്സ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഹെഡറും സ്ട്രക്ചറും ഒക്കെ വെച്ച് ചെയ്യുന്ന സീരീസ് ഓഫ് അറേഞ്ച്മെൻറ്റിനാണ് കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇത്രയാണ് ഒരു കോഴ്സ്. ഓക്കെ, ഇത്രയാണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു കോഴ്സ്. ഓക്കെ, അത്രയാണ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഡാ. ദെൻ അടുത്ത ടേമാണ് അറൈസസ്. ഓക്കെ, അറൈസസ് എന്ന് പറഞ്ഞാൽ എഡ്ജസ് ഫോംഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ സർഫേസ് ഓഫ് ബ്രിക്ക്. അതായത് ബ്രിക്കിൻ്റെ പ്ലെയിൻ സർഫേസ് ആണ് ഇതെല്ലാം. ഓക്കെ, ബ്രിക്കിൻ്റെ പ്ലെയിൻ സർഫേസ് ഏതാണ്ട് ഇതൊരു പ്ലെയിൻ സർഫേസ്. ഓക്കെ, ഈ രണ്ട് പ്ലെയിൻ സർഫേസുകൾ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ എഡ്ജിനെയാണ്. ഓക്കെ, ഈ എഡ്ജിനെയാണ് അറൈസസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു അറൈസസ് ആണ്. ഓക്കെ, ഇതേപോലുള്ള രണ്ട് പ്ലെയിൻ സർഫേസ് ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ എഡ്ജസിനെയാണ് എന്തോന്ന് പറയുന്നത്? അറൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ബെഡ് എന്ന് പറഞ്ഞാൽ ലോവർ സർഫേസ് ഓഫ് ദ ബ്രിക്ക് വെൻ ലേയിങ് ഫ്ലാറ്റ്. അതായത് ഈ ബ്രിക്കിനെ നമ്മൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഭാഗമായിരിക്കും, ഈ ബ്രിക്കിൻ്റെ ഈ അടിപ്പോർഷൻ ആയിരിക്കും ബ്രിക്കിൻ്റെ ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിക്ക് നമ്മൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗമാണ് ലേ ചെയ്തതെങ്കിൽ ബ്രിക്കിൻ്റെ ഈ ഒരു പോർഷൻ അടിഭാഗത്തെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബെഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോർട്ടാർ ഓൺ വിച്ച് ദ ബ്രിക്ക് ഈസ് പ്ലേസ്ഡ്. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോർട്ടാർ, അതായത് ഈ മോർട്ടാർ ഹൊറിസോണ്ടൽ ലെയർ കാണുന്നില്ലേ, ഹൊറിസോണ്ടലുള്ള ഈ മോർട്ടാർ. ഓക്കെ, ഈ മോർട്ടാറിനെയാണ് എന്തോ പറയുന്നത്? ബെഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബെഡ് ജോയിൻ്റ് എന്ന് പറയാൻ എന്താ? ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോർട്ടാറിനെയാണ് നമ്മൾ ബെഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഹൊറിസോണ്ടൽ ലെയർ ഉണ്ട്. ദെൻ ഇതിൽ തന്നെ നമുക്ക് കാണാം ഒരു വെർട്ടിക്കൽ ലെയർ ഉണ്ട്. ഓക്കെ, ഇത് വെർട്ടിക്കൽ ലെയർ ഉണ്ട്. ഇവിടെയൊക്കെ വെർട്ടിക്കൽ ലെയർ ഉണ്ട്. ആ വെർട്ടിക്കൽ ലെയറിനെയാണ് എന്തോന്ന് പറയുന്നത്? പെർപെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ജോയിൻറ്റ് സെപ്പറേറ്റിംഗ് ദ ബ്രിക്ക് ഇൻ എയ്തർ ലെങ്ത് വൈസ് ഓർ ക്രോസ് ഡയറക്ഷൻ. ഓക്കെ, ആ വെർട്ടിക്കൽ സെപ്പറേറ്റിംഗ് ചെയ്യുന്ന ലെങ്ത് വൈസ് ഡയറക്ഷനിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ ജോയിൻറ്റിനെയാണ്, ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ ജോയിൻറ്റ്. ഓക്കെ, വെർട്ടിക്കൽ ജോയിൻറ്റിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പെർപെൻസ്. ഓക്കെ, പെർപെൻസ്. ഇത് നെക്സ്റ്റ് നോക്കാം. ലാപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ജോയിൻറ്റ് ഇൻ സക്സസീവ് കോഴ്സ്. അതായത് ഓക്കെ, ഇത് രണ്ട് വെർട്ടിക്കൽ ജോയിൻ്റ് ആണ്. ഓക്കെ, ഇതൊരു വെർട്ടിക്കൽ ജോയിൻറ്റ്. ഈ രണ്ട് വെർട്ടിക്കൽ ജോയിൻറ്റും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് വെർട്ടിക്കൽ ജോയിൻറ്റും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ലാപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ജോയിൻറ്റ് സക്സസീവ് കോഴ്സാണ്. ഓക്കെ, സക്സസീവ് കോഴ്സിലുള്ള വെർട്ടിക്കൽ ജോയിൻറ്റുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ലാപ്പ് എന്ന് പറയുന്നത്. ഒരു ഗുഡ് ബോണ്ട് ആണെങ്കിൽ അതിനൊരു 1/4 ടൈംസ് ദ ലെങ്ത് ഓഫ് ബ്രിക്കിൻ്റെ ലെങ്തിൻ്റെ 1/4 ടൈംസ് ആയിരിക്കും അതിൻ്റെ ലാപ്പ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ മോട്ടാർ തിക്നെസ് ഉൾപ്പെടെയുള്ള ബ്രിക്കിൻ്റെ ലെങ്ത് നമ്മൾ 20 എന്നല്ലേ എടുക്കും. സോ 20 × 1/4 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 5 കിട്ടുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ
അത്രയും ഓർമ്മിക്കുക. ആദ്യത്തേത് എന്താ, ഹെഡർ, സ്ട്രക്ചർ, ദെൻ കോഴ്സ് പഠിച്ചു, അറൈസസ് പഠിച്ചു, ബെഡ് നോക്കി, ബെഡ് ജോയിഡ് നോക്കി, പെർപഞ്ച് നോക്കി, ദെൻ ലാപ്പ് നോക്കി. ഓക്കെ, ദെൻ അടുത്തതാണ് ക്ലോസർ. ക്ലോസർ എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ കട്ടിങ് ലെങ്ത് വൈസ് ഡയറക്ഷൻ. നമ്മളൊരു ഫുൾ ബ്രിക്കിനെ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു കുറച്ച് ടൈപ്സ് ഉണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് നോക്കാം. ഇതാണ് ഫുൾ ബ്രിക്ക്. ഓക്കെ, ഇതാണ് ഫുൾ ബ്രിക്ക്. ഈ ഫുൾ ബ്രിക്കിനെ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ കട്ട് ചെയ്യുന്നു. അതായത് ലെങ്ത് വൈസ് ഡയറക്ഷനിൽ കറക്റ്റ് പകുതിയായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇത്രയും ഡോട്ട് ഇട്ടിരിക്കുന്ന ഒരു പോർഷൻ, അത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ബ്രിക്ക് 2 ഈക്വൽ പോർഷനാണ്. ഇതൊരു പോർഷൻ, ഇതൊരു ഈക്വൽ പോർഷൻ. അങ്ങനെ അതിനെയാണ്, ഈ ഒരു പോർഷനെയാണ് നമ്മൾ ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വീൻ ക്ലോസർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്ലോസർ എന്ന് പറഞ്ഞാൽ ബ്രിക്കിന് ലെങ്ത് വൈസ് ഡയറക്ഷനിൽ പോർഷൻ ഓഫ് ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ കട്ടിങ് ഇൻ ദ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്രിക്കിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്. ദെൻ ക്വീൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലെങ്ത് വൈസ് ഡയറക്ഷന് നമ്മൾ പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്വീൻ ക്ലോസർ എന്ന് പറയുന്നു. ദെൻ കിങ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ പകുതി, അതായത് ഇതാണ് ബ്രിക്കിൻ്റെ ലെങ്ത്, ഇതിൻ്റെ 1/2 അതായത് ഹാഫ് പോർഷനും വിഡ്ത്ത്, ഇതാണ് ബ്രിക്കിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് പോർഷനും വെച്ചിട്ടാണ് ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ബാക്കി കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, കിങ് ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്തിൻ്റെ പകുതിയിൽ വെച്ചും വിഡ്ത്തിൻ്റെ പകുതിയിൽ വെച്ച് നമ്മൾ ഈ ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന റിമൈനിങ് പോർഷനെയാണ് നമ്മുടെ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തത് ബിവൽഡ് ക്ലോസർ. ബിവൽഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഈ ബ്രിക്കിൻ്റെ വിഡ്ത്തിൻ്റെ പകുതിയിൽ നിന്നും ദെൻ ഒരു ട്രയാങ്കിൾ പോലെ, അതായത് ലെങ്തിൻ്റെ ഈ ഒരു കോർണറിൽ, ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ബാക്കി റിമെയിൻ കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ബിവൽഡ് ക്ലോസർ. ഒന്നുകൂടെ പറയാം. ബിവൽഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ വിഡ്ത്തിൻ്റെ പകുതിയിൽ നിന്നായിരിക്കും, വിഡ്ത്തിൻ്റെ പകുതിയും ദെൻ ലെങ്തിൻ്റെ ഒരു കോർണർ, അവിടെ നിന്ന് ഒരു ട്രയാങ്കിൾ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റിമൈൻസ് കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ എന്നു പറയുന്നത് ബിവൽഡ് ക്ലോസർ. ഓക്കെ, ബിവൽഡ് ക്ലോസർ. ദെൻ അടുത്തതാണ് മെട്രിക് ക്ലോസർ. മെട്രിക് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 45 to 60 ഡിഗ്രിയിലായിരിക്കും. അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 to 60 ഡിഗ്രിയിലായിരിക്കും. ആ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി റിമൈനിങ് കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ മെട്രിക് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ക്ലോസറിൻ്റെ ടൈപ്പ്. അപ്പം നമ്മൾ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ ബ്രിക്കിനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്ത് നോക്കാടാ ബാറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിക്കിനെയും വിഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ കട്ട് ചെയ്യുന്നതിനെയാണ് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ ബ്രിക്കിനെ കട്ട് ചെയ്യുന്നതിനെയാണ് ബാറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിനും ടൈപ്സ് ഉണ്ട്. ആദ്യത്തേത് നോക്കാം. ആദ്യത്തേത് ഹാഫ് ബാറ്റ്. നേരത്തെ നമ്മൾ ക്ലോസർ പറഞ്ഞ പോലെ തന്നെ ബാറ്റിനെ അതിൻ്റെ പകുതിയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, പകുതിയിൽ വെച്ച് കട്ട് ചെയ്ത് ഈ പോർഷൻ മാറ്റി നമ്മൾക്ക് ഈ പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അതിനെയാണ് ഹാഫ് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിഡ്ത്തിൻ്റെ പകുതിയിൽ വെച്ച് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, വിഡ്ത്തിൻ്റെ പകുതിയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി റിമൈൻസ് കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹാഫ് ബാറ്റ് എന്ന് പറയുന്നു. ദെൻ 3/4 ബാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗം ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ബാക്കി കാൽഭാഗം, അതായത് 4/1 പോർഷനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ 3/4 ബാറ്റ് അല്ലെങ്കിൽ 3/4 ബാറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. 3/4 ബാറ്റ് അല്ലെങ്കിൽ 3/4 ബാറ്റ് എന്ന് പറയുന്നു. ദെൻ ബിവൽഡ് ബാറ്റ്. ഓക്കെ, ദെൻ അടുത്തതാണ് ബിവൽഡ് ബാറ്റ്. ബിവൽഡ് ബാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 3/4 പോർഷനും ഇവിടെ 1/2 പോർഷൻ ആയിരിക്കും. അതായത് ഇവിടുത്തെ പകുതിയും ഇവിടെ 3/4 പോർഷനുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ബാക്കി അങ്ങനെ റിമൈൻസ് കിട്ടുന്ന പോർഷനെയാണ് ബിവൽഡ് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 3/4, അതായത് ഇവിടെ നിന്ന് നമ്മൾ 1/4 പോർഷൻ കട്ട് ചെയ്ത് കളയുന്നു, ഇവിടെ നിന്ന് നമ്മൾ 1/2 പോർഷൻ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, ബാക്കി നമുക്ക് റിമൈൻസ് ആയിട്ട് കിട്ടുന്ന പോർഷനെയാണ് എന്നൊന്ന് പറയുന്നത് ബിവൽഡ് ബാറ്റ്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രിക്കിൽ ഇതുപോലുള്ള ഡിപ്രഷൻസ് അല്ലെങ്കിൽ ഒരു ചെറിയ അവരുടെ കമ്പനി മാർക്കിംഗ് ഒക്കെ കാണൂലേ, ആ ഒരു പോർഷനെയാണ് നമ്മൾ ബ്രിക്കിൻ്റെ ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഓൺ ദ ഫേസ് ഓഫ് ദ ബ്രിക്ക് മെയ്ഡ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഫോമിങ് എ കീ ഫോർ ദ മോട്ടർ. അതായത് ബ്രിക്കിൻ്റെ ഫേസിലാണ് നമ്മൾ ഈ ഒരു ഡിപ്രഷൻ കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 1 to 2 സെൻറ്റിമീറ്റർ ഡിപ്രഷനിലായിരിക്കും അത് കൊടുക്കുന്നത്. ദെൻ ഈ ഒരു ഫ്രോഗിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോട്ടാറുമായിട്ട് ഒരു കീ പോലെ ഇത് ഫോം ചെയ്യും. ഓക്കെ, ദെൻ
ഇത് വയർ കട്ട് ബ്രിക്ക് ആണെങ്കിൽ അവിടെ ഫ്രോഗ് ഒന്നും കൊടുക്കത്തില്ല. പ്രസ്ഡ് ബ്രിക്ക് ആണെങ്കിൽ 2 ഫ്രോഗ് ഉണ്ടാവും. ദെൻ ഹാൻഡ് മോൾഡ് ബ്രിക്ക് ആണെങ്കിൽ 1 ഫ്രോഗ് ആയിരിക്കും. ഓക്കെ, ഹാൻഡ് മോൾഡ് ആണെങ്കിൽ 1 ഫ്രോഗ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തതാണ് റാക്കിംഗ് ബാക്ക് ആൻഡ് ടൂത്തിങ്. റാക്കിംഗ് ബാക്ക് ആൻഡ് ടൂത്തിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു വോൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അത് പകുതി അതായത് പണി തീർന്നില്ല, ഒരു ദിവസം പണി തീർന്നില്ല, ബാക്കി അടുത്ത ദിവസം വന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യണം. സോ അതിനു വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ്ഡ് ഫാഷനിലോ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവായിട്ട് പ്രൊജക്റ്റിംഗ് ഫാഷനിലോ നമ്മൾ നിർത്തിയിട്ടായിരിക്കും പോകുന്നത്, ബാക്കി നാളെ വന്ന് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു രീതിയാണ് റാക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സ്റ്റെപ്പ്ഡ് ഫോമിലാണ് നമ്മൾ ഒരു ദിവസത്തെ പണി നിർത്തുന്നതെങ്കിൽ അതിനെ റാക്കിംഗ് ബാക്ക് എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്ഡ് ഫാഷൻ. ഓക്കെ, ബാക്കി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് വന്ന് നെക്സ്റ്റ് ഡേ വെച്ച് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റെപ്പ് ഫോമിൽ നമ്മൾ ടെർമിനേഷൻ ചെയ്യുന്നതിനെയാണ് റാക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ദെൻ ആൾട്ടർനേറ്റീവായിട്ട് കോഴ്സ്, പ്രൊജക്റ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ്. ഓക്കെ, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു തരത്തിലാണ് നമ്മൾ ടെർമിനേഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ടൂത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാക്കിംഗ് ആൻഡ് ടൂത്തിങ് എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് വാൾ ഇൻ സ്റ്റെപ്പ്ഡ് ഫോമിലാണെങ്കിൽ റാക്കിംഗ് ബാക്ക് എന്ന് പറയുന്നു. ദെൻ പ്രൊജക്റ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ആണെങ്കിൽ അതിനെ ടൂത്തിങ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈമാണ് വാൾ ജോയിൻറ്റ്. ഓക്കെ, വാൾ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ജോയിൻറ്റ് വിച്ച് ഇസ് പാരലൽ ടു ദ ഫേസ് ഓഫ് വാൾ. ഓക്കെ, അതായത് ഇതൊരു വാളെന്ന് വെക്കുക, ഇതൊരു വാൾ. ഓക്കെ, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ജോയിൻറ്റിനെയാണ് നമ്മൾ വാൾ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു വാൾ ഉണ്ടാവും, ദെൻ ഇവിടെ ഒരു വാൾ ഉണ്ടാവും, ദെൻ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പോർഷൻ വാൾ ജോയിൻറ്റ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ വാൾ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ജോയിൻറ്റ് വിച്ച് ഇസ് പാരലൽ ടു ഫേസ് ഓഫ് വാൾ. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടിൻ്റെ ഔട്ടർ സർഫേസ്, അതായത് വാളിൻ്റെ ഔട്ടർ സർഫേസ്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർക്കായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളതിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സർഫേസ് ഓഫ് വാൾ സബ്ജക്റ്റ് ടു വെതറുമായിട്ട് അതായത് വെതറുമായിട്ട് കോൺടാക്റ്റ് ഉള്ളതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് വെതറുമായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തതിനെ നമ്മൾ ബാക്ക് എന്ന് പറയുന്നു. ഓക്കെ, സർഫേസ് ഓഫ് വാൾ നോൺ സബ്ജക്റ്റ് ടു വെതർ. ഓക്കെ, വെതറുമായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തതിനെ നമ്മൾ ബാക്ക് എന്ന് പറയുന്നു. ദെൻ ഈ ഫേസിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ നമ്മൾ ഫേസിംഗ് എന്ന് പറയുന്നു. ബാക്കിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ ബാക്കിംഗ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്തതാണ് ഹെർട്ടിങ് എന്ന് പറഞ്ഞാൽ ദ പോർഷൻ ബിറ്റ്വീൻ, ഈ ഫേസിങ്ങിനും ബാക്കിങ്ങിനും ഇടയ്ക്കൊരു പോർഷൻ ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് ഈ ഹെർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പോർഷൻ ബിറ്റ്വീൻ ഫേസിങ് ആൻഡ് ബാക്കിങ്, ഈ ഫേസിങ്ങിനും ബാക്കിങ്ങിനും ഇടയിലുള്ള പോർഷനാണ് നമ്മൾ ഹെർട്ടിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോർഷനാണ് ത്രഷോൾഡ്. ഓക്കെ, ഇതാണ് ഹെർത്തിങ് പോർഷൻ. ഓക്കെ, ഇതാണ് ഹെർത്തിങ്. ഓക്കെ, ദെൻ അടുത്ത ടൈം നോക്കാം ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ലെവൽ മുതൽ പ്ലിന്ത് വരെ ഒരു സ്റ്റെപ്പ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റെപ്പ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ ടു പ്ലിന്ത് ലെവൽ. ഗ്രൗണ്ട് ലെവൽ മുതൽ പ്ലിന്ത് ലെവൽ വരെ നമ്മളൊരു സ്റ്റെപ്പ് പോലെ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ത്രഷോൾഡ്. ഓക്കെ, അത്രയാണ് നമ്മൾ ബ്രിക്ക് മേസണറിയിലുള്ള പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടൈംസ്. അടുത്ത് ബോണ്ടിലോട്ട് പോകാം. ബോണ്ട് ആദ്യത്തേതാണ് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഓൺലി സ്ട്രക്ചർ മാത്രം. അതായത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്കിൻ്റെ ഏത് പോർഷനാണ്, ഏത് ഭാഗമാണെന്ന് നമ്മൾ പഠിച്ചു. സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്ട്രക്ചറാണ്. ഓക്കെ, ഇവിടെ എല്ലാം കാണാം, ഇതെല്ലാം സ്ട്രക്ചറാണ്. എല്ലാ കോഴ്സിനും സ്ട്രക്ചറാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ബോണ്ടിനെയാണ് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ ബോണ്ടിൻ്റെ തിക്നെസ് നോട്ട് ഗ്രേറ്റർ ദാൻ 1/2 ബ്രിക്ക്. ഓക്കെ, അതായത് ഹാഫ് ബ്രിക്ക് തിക്കിനേക്കാളും ഇത് കൂടി പോകാൻ പാടില്ല. നമ്മളിത് പൊതുവായിട്ട് പാർട്ടീഷൻ വാളിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രക്ചർ ബോണ്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 1/2 ബ്രിക്ക് തിക്ക്. ഓക്കെ, നോട്ട് ഗ്രേറ്റർ ദാൻ 1/2 ബ്രിക്ക് തിക്ക്. ഓക്കെ, അടുത്ത നെക്സ്റ്റതാണ് ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഓൺലി ഹെഡർ പോർഷൻ മാത്രം വെച്ചിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ബോണ്ടിനെയാണ് ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3/4 ബാറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് ഹെഡറാണ്. ഓക്കെ, ഇതെല്ലാം ഹെഡറാണ്. എല്ലാ കോഴ്സും ഹെഡറാണ് എഴുതുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു 3/4 ബാറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ഹെഡർ ബോണ്ട്. ഈ ഹെഡർ ബോണ്ട് നമ്മൾ പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഹെഡർ ബോണ്ടിന് ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അതൊരു വീക്ക് ബോണ്ടാണ്. ഓക്കെ, ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത് ഒരു വീക്ക് ബോണ്ടാണ്. സോ നമ്മളത് പൊതുവായിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ദെൻ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ഇംഗ്ലീഷ് ബോണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടാണ് ഫ്ലെമിഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ
ആൾട്ടർനേറ്റീവ് കോഴ്സിൽ ഹെഡറും സ്ട്രക്ചറും വരുന്നത്. ഓക്കെ, ആൾട്ടർനേറ്റീവ് കോഴ്സിൽ അതായത് ഒരു കോഴ്സിൽ ഫുള്ള് ഹെഡർ സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് കോഴ്സിൽ അടുത്ത കോഴ്സിൽ ഫുള്ള് ഹെഡർ വരും, അടുത്ത കോഴ്സിൽ ഫുള്ള് സ്ട്രക്ചർ വരും, അടുത്ത കോഴ്സിൽ ഫുള്ള് ഹെഡർ വരും. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ഹെഡറും സ്ട്രക്ചറും വരുന്നതിനെയാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നതാണ് സ്ട്രോങ്ങസ്റ്റ് ബോണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടിനെയാണ് നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വായിക്കാം. ഇംഗ്ലീഷ് ബോണ്ട്, സ്ട്രോങ്ങസ്റ്റ് ബോണ്ട്, ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ക്യൂയിൻ ക്ലോസർ ഈസ് പ്രൊവൈഡഡ് നെക്സ്റ്റ് ടു ക്യൂയിൻ ഹെഡർ ടു അവോയ്ഡ് വെർട്ടിക്കൽ ജോയിൻറ്റ്. ഓക്കേടാ, ഈ കോർണറിൽ വരുന്നതിനാണ്, ഈ ഒരു എഡ്ജ് പോർഷനിലൊക്കെ വരുന്നതിനാണ് നമ്മൾ ക്യൂയിൻ എന്ന് പറയുന്നത്. അതായത് QUOIN, ക്യൂയിൻ. ഈ ക്യൂയിൻ ക്ലോസർ അല്ലെങ്കിൽ ക്യൂയിൻ ഹെഡറിൻ്റെ അടുത്ത് നമ്മളൊരു ക്യൂയിൻ ക്ലോസർ വയ്ക്കും. ഇതാണ് ക്യൂയിൻ ക്ലോസർ. അതായത് നമ്മൾ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യൂയിൻ ക്ലോസർ. ആ ബ്രിക്ക് നമ്മൾ ഇവിടെ വയ്ക്കും. അതായത് എന്തിനാണ്? ഇവിടുത്തെ വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി. അത്രയാണ് ഇംഗ്ലീഷ് ബോണ്ടിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഫ്ലെമിഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിലിപ്പോൾ ആൾട്ടർനേറ്റീവായിട്ടാണ് ഹെഡറും കോഴ്സും വരുന്നത്. എന്നാൽ ഫ്ലെമിഷ് ബോണ്ടിൽ ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും വരും. ഓക്കെ, ഇതാണ് ഫ്ലെമിഷ് ബോണ്ട്. ഒരു കോഴ്സിൽ ഇതൊരു സ്ട്രക്ചറാണ്, ഒരു ഹെഡറാണ്, ദെൻ വീണ്ടും ഒരു സ്ട്രക്ചറാണ്, ഒരു ഹെഡറാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹെഡർ വരുന്നു, സ്ട്രക്ചർ വരുന്നു, ഹെഡർ വരുന്നു, സ്ട്രക്ചർ വരുന്നു. അങ്ങനെ ഒരു കോഴ്സിൽ തന്നെ ഈച്ച് കോഴ്സ് കണ്ടെയ്നിങ് ആൾട്ടർനേറ്റീവ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചർ. ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും വരികയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്ലെമിഷ് ബോണ്ട് 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഫ്ലെമിഷ് ബോണ്ട് 2 ടൈപ്സ് ഉണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫേസിങ്ങിൽ ഫ്ലെമിഷ് ബോണ്ടും ബാക്കിങ്ങിൽ ഇംഗ്ലീഷ് ബോണ്ടും വന്നാൽ, ഓക്കെ, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫേസിങ്ങിൽ ഫ്ലെമിഷ് ബോണ്ടും ബാക്കിങ്ങിൽ ഇംഗ്ലീഷ് ബോണ്ടും ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുന്നതിനാണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 1/2 ബ്രിക്ക് തിക്കായിരിക്കും. ഓക്കെ, 1/2 ബ്രിക്ക് തിക്കായിരിക്കും. ദെൻ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫേസിങ്ങിലും ബാക്കിങ്ങിലും ഫ്ലെമിഷ് ബോണ്ട് തന്നെയാണ് വരും. ഓക്കെ, ഫേസിങ്ങിലും ബാക്കിങ്ങിലും ഫ്ലെമിഷ് ബോണ്ട് തന്നെ വരികയാണെങ്കിൽ അതിനെയാണ് എന്തോന്ന് പറയുന്നത്? ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലെമിഷ് ബോണ്ട് ഗുഡ് അപ്പിയറൻസ് നമുക്ക് നോക്കാം. ഗുഡ് അപ്പിയറൻസിനൊക്കെ നമുക്ക് നൽകുന്നതാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഗാർഡൻ വാൾ ബോണ്ട്. ഓക്കെ, ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ. ഓക്കെ, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഓക്കെ, നമ്മൾ ഗാർഡൻ വാൾ ബോണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം ഹൈറ്റ് 2 മീറ്റർ ആണ്. ഈ ഗാർഡൻ വാൾ ബോണ്ട് 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ടും ഉണ്ട്, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. ഓക്കെ, ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ട് എന്താണ്? ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് കോഴ്സിൽ ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചർ വരും. അതായത് ഒരു കോഴ്സ് ഫുള്ളും സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് ഫുള്ള് ഹെഡർ വരും. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ഹെഡറും സ്ട്രക്ചറും വരുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട്. ദെൻ ഇനി ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞിട്ട് മൂന്നോ അഞ്ചോ സ്ട്രക്ചർ കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും അടുത്തൊരു ഹെഡർ കോഴ്സ് വരുന്നത്. അതായത് ഇവിടെ ഇതൊരു ഹെഡർ കോഴ്സാണ്. ഓക്കെ, ഈ ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ 1, 2, 3 3 സ്ട്രക്ചർ കോഴ്സ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു ഹെഡർ കോഴ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞിട്ട് മൂന്നോ അഞ്ചോ സ്ട്രക്ചർ കോഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹെഡർ കോഴ്സ് വരും. ഓക്കെ, അതിനെയാണ് ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സാധാ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോഴ്സിൽ തന്നെ ഹെഡറും വരും, സ്ട്രക്ചറും വരും. ഓക്കെ, ദെൻ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടിലോട്ട് വരുമ്പോൾ ഒരു ഹെഡർ കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡർ കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡർ കഴിഞ്ഞതിന് ശേഷം 3, 5 സ്ട്രക്ചർ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഒരു ഹെഡർ വരുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഹെഡർ കഴിഞ്ഞിട്ട് 1, 2, 3 സ്ട്രക്ചർ കഴിഞ്ഞിട്ടാണ് ഒരു ഹെഡർ വരുന്നത്. ഓക്കെ, ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡർ കഴിഞ്ഞിട്ട് 3, 5 സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഒരു ഹെഡർ വരുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ റേഷ്യോ നമുക്ക് വേണമെങ്കിൽ 1:3 or 5 എന്ന് പറയാം. 1:3 or 5 എന്ന് പറയാം. ഓക്കെ, അതാണ് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട്. ഓക്കെ, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടിന് മറ്റൊരു പേരാണ് സ്കോച്ച് അല്ലെങ്കിൽ സസെക്സ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സ്കോച്ച് അല്ലെങ്കിൽ സക്സസ് ബോണ്ട് എന്ന് പറയുന്നു. ഈച്ച് കോഴ്സ് കണ്ടെയ്ൻ 1 ഹെഡർ 2, 3 to 5 സ്ട്രക്ചർ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് ഒരു ഹെഡർ കഴിഞ്ഞിട്ട് 3 അല്ലെങ്കിൽ 5 സ്ട്രക്ചർ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഒരു ഹെഡർ വരുന്നത്. ദെൻ ഇവിടെ ഒരു ബോണ്ടൂടെ നമുക്ക് പഠിക്കാനുള്ള മോങ്ക് ബോണ്ട്. എന്താണ് മോങ്ക് ബോണ്ട് എന്ന് പറഞ്ഞാൽ
ഇൻ എ ഗാർഡൻ വാൾ ഫ്ലമിഷ് ബോണ്ട് ഇഫ് ഈച്ച് കോഴ്സ് കണ്ടെയ്ൻ 1 ഹെഡർ ടു 2 സ്ട്രക്ചർ. അതായത് ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡറിന് ശേഷം 2 സ്ട്രക്ചർ വരികയാണെങ്കിൽ, 2 സ്ട്രക്ചർ വന്നിട്ടാണ് വീണ്ടും ഒരു ഹെഡർ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മോങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഹെഡർ, ഓക്കെ, ഇത് ഒരു ഹെഡറിന് ശേഷം 2 സ്ട്രക്ചർ ഉണ്ട്, 2 സ്ട്രക്ചറിന് ശേഷമാണ് വീണ്ടും ഒരു ഹെഡർ കോഴ്സ് വരുന്നതെങ്കിൽ അതിനെയാണ് എന്തോന്ന് പറയുന്നത്, മോങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ റേഷ്യോ നമുക്ക് വേണമെങ്കിൽ 1:2 എന്നൊക്കെ പറയാം. ഓക്കെ, ദെൻ അത്രയാണ് ഗാർഡൻ വാൾ ബോണ്ടിൽ വരുന്നത്. ദെൻ അടുത്ത ടേമാണ് റാക്കിംഗ് ബോണ്ട്. ഓക്കെ, ഈ റാക്കിംഗ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡർ ബോണ്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ഹെഡർ ബോണ്ട് വീക്കാണ്. ഓക്കെ, ഹെഡർ ബോണ്ട് വീക്കാണ്. സോ നമുക്ക് കൂടുതൽ ലോഡ് അതിൽ കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ബോണ്ടുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ബോണ്ടാണ് നമ്മൾ റാക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, റാക്കിംഗ് ബോണ്ട് 3 ടൈപ്സ് ഉണ്ട്. ഏതാണ്ട് ഡയഗണൽ ബോണ്ടുണ്ട്, ഹെറിംഗ് ബോണ്ടുണ്ട്, സിക്സാഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോണ്ട്, സിക്സാഗ് ബോണ്ട്. ഈ ഡയഗണൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രം ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ടോപ്പിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ്. ഓക്കെ, ഈ ഹെഡർ ബോണ്ടാണ് നമ്മൾ വോളിന് തിക്നെസ് ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഹെഡർ ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഹെഡർ ബോണ്ട് ലോഡ് എടുക്കുന്നതിൽ വീക്ക് ആയതുകൊണ്ട് നമ്മൾ അതിന് പകരമായിട്ട് റാക്കിംഗ് ബോണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് റാക്കിംഗ് ബോണ്ടിൻ്റെ ടൈപ്സ് നോക്കാം. ആദ്യത്തേത് ഡയഗണൽ ബോണ്ട്. അതായത് ഡയഗണൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് വാൾ തിക്നെസ്. ഓക്കെ, ഇത് വാൾ തിക്നെസ് ആണ്. ഓക്കേടാ, ഇത് വാൾ തിക്നെസ് ആണ്. സോ വാൾ തിക്നെസ്സിൻ്റെ ഒരു കോർണറിൽ നിന്ന്, ഇത് വാൾ തിക്നെസ് എന്ന് വെച്ചാൽ വാൾ തിക്നെസ്സിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഏകദേശം ഒരു 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ബ്രിക്ക് ഈ ഒരു മെത്തേഡിൽ ലേ ചെയ്ത് പോകുന്നതിനെയാണ് ഡയഗണൽ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വാൾ തിക്നെസ്. ഈ വാൾ തിക്നെസ്സിൽ നിന്ന് ഈ ഒരു കോർണറിൽ നിന്ന് 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ബ്രിക്കിനെ ലേ ചെയ്ത് പോകുന്നതിനെയാണ് ഡയഗണൽ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഡയഗണൽ ബോണ്ട് നമ്മൾ ഫൂട്ടിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെറിംഗ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു വാൾ തിക്നെസ്. ഓക്കെ, ഇതാണ് വാൾ തിക്നെസ്. ഈ വാൾ തിക്നെസ്സിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ 45 ഡിഗ്രി പോകും. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിൽ 45 ഡിഗ്രി പോകും, ഈ ഒരു ഡയറക്ഷനിലും നമ്മൾ 45 ഡിഗ്രി വച്ച് ആ ഒരു തരത്തിലാണ് നമ്മൾ ബ്രിക്കിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെറിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹെറിംഗ് ബോണ്ട് നമ്മൾ ഫൂട്ടിംഗ്, പേവിങ് അതിനൊക്കെയാണ് നമ്മൾ ഹെറിംഗ് ബോണ്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടറിയും, ഇതാണ് വാൾ തിക്നെസ്. ഇത് പ്ലാനാണ്, ടോപ്പിൽ നിന്ന് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ദെൻ ഇതാണ് ഈ ഒരു വാൾ തിക്നെസ്സിന് സെൻറ്ററെങ്കിൽ ഇവിടുന്ന് നമ്മൾ 45 ഡിഗ്രി, ഈ ഒരു ആംഗിളായിരിക്കും 45 ഡിഗ്രി. ഓക്കെ, ഇവിടെ ഈ ഒരു ആംഗിളായിരിക്കും 45 ഡിഗ്രി. ഓക്കെ, ഈ ഒരു ബോണ്ടിനെയാണ് ഹെറിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് സിക്സാഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിക്സാഗ് മാനറിൽ, സിക്സാഗ് ടൈപ്പിൽ ഇങ്ങനെ ലേ ചെയ്ത് പോകുന്നതിനാണ് സിക്സാഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഫ്ലോറിങ്ങിനും പേവിങ്ങിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡച്ച് ബോണ്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫൈഡ് ഫോമാണ്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫൈഡ് ഫോമാണ് ഡച്ച് ബോണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫൈഡ് ഫോമാണ് ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി എവരി സ്ട്രക്ചർ കോഴ്സിൻ്റെ അടുത്ത്, എല്ലാ സ്ട്രക്ചർ കോഴ്സിൻ്റെ അടുത്തും ഒരു കോയിൻ 3/4 ബാറ്റ് വയ്ക്കും. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫൈഡ് ഫോമാണ്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് ഹെഡറും സ്ട്രക്ചറും ഉണ്ടാവും. ഓക്കെ, ആൾട്ടർനേറ്റീവായിട്ടുള്ള കോഴ്സിൽ ഹെഡറും സ്ട്രക്ചറും ഉണ്ടാകും. സോ ഓരോ സ്ട്രക്ചറിലും ഇവിടെ നമ്മൾ ഡച്ച് ബോണ്ട് എന്ന് പറയുമ്പോൾ ഓരോ സ്ട്രക്ചർ കോഴ്സിലും വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി 3/4 ബാറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് 3/4 ബാറ്റാണ്. ഓക്കെ, 3/4 ബാറ്റ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ആൾട്ടർനേറ്റീവായിട്ടുള്ള സ്ട്രക്ചർ കോഴ്സിൽ 3/4 ബാറ്റിൻ്റെ അടുത്ത് ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൾട്ടർനേറ്റീവായിട്ടുള്ള സ്ട്രക്ചർ കോഴ്സിൽ ഇവിടെ നമുക്ക് കണ്ടറിയാം, ഈ ഒരു 3/4 ബാറ്റിൻ്റെ അടുത്ത് ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു കോഴ്സിൽ ചെയ്തിട്ടില്ല. ദെൻ അടുത്ത് വരുന്നത് ഈ ഒരു സ്ട്രക്ചർ കോഴ്സാണ്. അപ്പം ദെൻ ഇവിടെയും ഒരു 3/4 ബാറ്റിൻ്റെ അടുത്ത് ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ടുള്ള സ്ട്രക്ചർ കോഴ്സിൽ 3/4 ബാറ്റിൻ്റെ അടുത്ത് ഒരു ഹെഡറും പ്രൊവൈഡ് ചെയ്തിരിക്കും. അതിനാണ് ഡച്ച് ബോണ്ട്. ഓക്കെ, ദെൻ അടുത്ത ബോണ്ടാണ് ബ്രിക്ക് ഓൺ എഡ്ജ് അല്ലെങ്കിൽ സിൽവർ കോക്ക് ബോണ്ട്. ഓക്കെ, ബ്രിക്ക് ഓൺ എഡ്ജ് അല്ലെങ്കിൽ സിൽവർ കോക്ക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ആ ഒരു തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ബെഡിൽ നമ്മൾ എന്തോന്ന് ചെയ്യും, ഹെഡർ ലേ ചെയ്യും. ഹെഡർ പോർഷൻ ലേ ചെയ്തതിന് ശേഷം ദെൻ ആ ഹെഡർ പോർഷൻ്റെ 2 എഡ്ജിലും, ഓക്കെ, ഈ 2 എഡ്ജിലും നമ്മൾ സ്ട്രക്ചർ വയ്ക്കും. ഓക്കെ, 2 എഡ്ജിൽ നമ്മൾ സ്ട്രക്ചർ വയ്ക്കും. ദെൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ടാവും.
ഇതിനെയാണ് ബ്രിക്ക് ഓൺ എഡ്ജ് അല്ലെങ്കിൽ സിൽവർ കോക്ക് ബോണ്ട് എന്ന് പറയുന്നത്. ദ ഹെഡർ ആർ ലെയ്ഡ് ഓൺ ദ ബെഡ് ആൻഡ് ദ സ്ട്രക്ചർ ആർ ലെയ്ഡ് ഓൺ ദ എഡ്ജ് ക്രിയേറ്റിംഗ് ക്യാവിറ്റി ഇൻ ബിറ്റ്വീൻ ദം. ഓക്കെ, ഇവിടെ ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ഓക്കെ, അതിനെയാണ് ബ്രിക്ക് ഓൺ എഡ്ജ് അല്ലെങ്കിൽ സിൽവർ കോക്ക് ബോണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പൊതുവായിട്ട് ഹീറ്റ്, സൗണ്ട്, ഡാമ്പനെസ് ഇതിൻ്റെയൊക്കെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെയൊക്കെ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരത്തിൽ ബോണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് റാറ്റ് ട്രാപ്പ് ബോണ്ട്. ഈ റാറ്റ് ട്രാപ്പ് ബോണ്ട് നമ്മളിപ്പോൾ ബ്രിക്ക് ഓൺ എഡ്ജ് പറഞ്ഞല്ലോ, അത് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ആ ഒരു മാനറിലാണ് ലേ ചെയ്ത് പോയിരുന്നത്. ഓക്കെ, ദെൻ ഈ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ ആ ഒരു മാനറിൽ ലേ ചെയ്ത് പോകും. അതായത് ഒരു കോഴ്സിൽ തന്നെ ഹെഡറും വരും, സ്ട്രക്ചറും വരും. ഓക്കെ, ഒരു കോഴ്സിൽ തന്നെ ഹെഡറും ഉണ്ട്, സ്ട്രക്ചറും ഉണ്ട്. ദെൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി പോലെ ഫോം ചെയ്യും. ഓക്കെ, ആ ഒരു ടൈപ്പ് ബോണ്ടിനെയാണ് റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രിക്ക് വിത്ത് ക്യാവിറ്റി ഇൻ ഫ്ലെമിഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ടിൻ്റെ ആ ഒരു മാനറിൽ നമ്മളൊരു ക്യാവിറ്റി വരത്തക്ക രീതിയിൽ നമ്മൾ ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ടിനെയാണ് റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഇംഗ്ലീഷ് ക്രോസ് ഓർ സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട് എന്ന് പറയും. ഓക്കെ, ഇംഗ്ലീഷ് ക്രോസ് അല്ലെങ്കിൽ സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട് എന്ന് പറയും. ഇതിൽ ഇവർ എല്ലാ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ കോഴ്സിലും, ഓക്കെ, ഫിഗർ നമുക്ക് നോക്കാം. എല്ലാ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ കോഴ്സിലും ഒരു ക്യൂൻ സ്ട്രക്ചറിൻ്റെ അടുത്ത്, ഓക്കെ, ക്യൂൻ സ്ട്രക്ചറിൻ്റെ അടുത്ത് ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ക്രോസ് അല്ലെങ്കിൽ സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ, ഇംഗ്ലീഷ് ക്രോസ് ഓർ അല്ലെങ്കിൽ സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ടാണ്. എ ഹെഡർ ഈസ് പ്രൊവൈഡഡ് നെക്സ്റ്റ് ടു ക്യൂൻ സ്ട്രക്ചർ ഇൻ എവരി ആൾട്ടർനേറ്റീവ് സ്ട്രക്ചർ കോഴ്സ്. ഓക്കെ, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ കോഴ്സിൽ ക്യൂൻ സ്ട്രക്ചറിന് അടുത്ത് ഒരു ഹെഡ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഒരു ക്യൂൻ സ്ട്രക്ചറിനടുത്ത് ഹെഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ്, ആ ബോണ്ടിനെയാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം ഇതൊരു സ്ട്രക്ചറാണ്. ഓക്കെ, ദെൻ ഈ ഒരു കോഴ്സിൽ ഒരു സ്ട്രക്ചർ വരുന്നു, ദെൻ അടുത്ത ഹെഡർ വരുന്നു. ഓക്കെ, ദെൻ അടുത്ത് ഈ ഒരു കോഴ്സിൽ ഹെഡർ വരുന്നില്ല, ദെൻ വീണ്ടും ഈ ഒരു കോഴ്സിൽ ഒരു സ്ട്രക്ചർ വരുന്നു, ദെൻ ഒരു ഹെഡർ വരുന്നു. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ടുള്ള സ്ട്രക്ചർ കോഴ്സുകളിൽ ഒരു ക്യൂൻ സ്ട്രക്ചറിന് ശേഷം, ക്വീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഡ്ജിൽ വയ്ക്കുന്ന ഇതൊക്കെയാണ് ക്വീൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ക്വീൻ സ്ട്രക്ചറിന് ശേഷം ഒരു ഹെഡ് വരികയാണെങ്കിൽ, ഓക്കെ, ഇത് ക്വീൻ സ്ട്രക്ചറാണ്, ദെൻ ഇവിടെ ഒരു ഹെഡ് വരികയാണെങ്കിൽ ആ ഒരു ബോണ്ടിനെയാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് അല്ലെങ്കിൽ സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഫേസിംഗ് ബോണ്ട്. ഫേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് പഠിച്ചതുപോലെ തന്നെയാണ്. എ ഹെഡർ കോഴ്സ് ഈസ് പ്രൊവൈഡഡ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സ്. ഓക്കെ, എ ഹെഡർ കോഴ്സ് ഈസ് പ്രൊവൈഡഡ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സ്. ഇവിടെ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബ്രിക്കിൻ്റെ സൈസ് വേരിയസ് ആയിരിക്കും. നമ്മൾ വേരിയസ് സൈസ് ബ്രിക്കായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ടൈപ്പ് ബോണ്ടിനെയാണ് ഫേസിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ബ്രിക്ക് മേസൺറി എന്ന ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എക്സാമൊക്കെ ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.